ഹായ് ഓൾ, ഞാൻ അനുദീപ്. ഇന്നത്തെ ക്ലാസ്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്സിലുള്ള ഒരു കടുകട്ടി ഏരിയ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ, ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം സ്റ്റുഡൻസിന് നിരന്തരമായ റിക്വസ്റ്റ് പ്രകാരമാണ് പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൽ പറയുന്ന സ്ട്രാറ്റജി അനുസരിച്ച് തന്നെ പഠിക്കാം. എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, ഈ ഓരോ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ത്, ബേസിക് കോൺസെപ്റ്റ് എന്താണ്, ഒരു മിനി ക്രാഷ് കോഴ്സ് പോലെയാണ് നമ്മൾ ഈ ഒരു സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് കേരള PSCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും ഒരു വെറൈറ്റി സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഭാഗ്യത്തിന് എൻ്റെ ബ്രദർ, അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിക്കുകയും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിൽ പ്രാക്ടിക്കലായി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൽ, റിസർച്ച് ടീമിൽ അദ്ദേഹം അംഗമാണ്. അദ്ദേഹത്തിന്റെ ഗൈഡൻസിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടും പഠിപ്പിക്കുന്നത്. റിസർച്ചിലും ബാക്കിയുള്ള മെറ്റീരിയൽ പ്രിപ്പറേഷനിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം PDFs കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ചില ഏരിയാസ് ലെക്ചർ നോട്ട്സ് ആണ് നിങ്ങളുടെ മുമ്പ് പ്രസന്റ് ചെയ്തത്. നമ്മുടെ ബാച്ചിൽ ഈ ടോപ്പിക് എടുത്ത് തുടങ്ങുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഫുൾ എന്താ പറയാ PDF നോട്ട്സ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്താൽ മതി. കാര്യം പ്രാക്ടിക്കൽ ലെവൽ എന്താ പറയുക എക്സിക്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു എക്സ്ട്രാ റാങ്ക് നേടാൻ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ ഈ വീഡിയോ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഫസ്റ്റ് പാർട്ട് കാണുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനവും അത് പ്ലേസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫസ്റ്റ് പാർട്ടിന് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഹാപ്പി ലേണിംഗ്, ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ബാച്ചസിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആ ടോപ്പിക്കിൽ വന്നിട്ടുള്ള എൻറ്റയർ സിലബസിന്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറ്റിയിട്ടുള്ള ടോപ്പിക്സിൽ ഒരു ഓവർവ്യൂ ആയിട്ടൊരു ക്ലാസ് നമ്മൾ കൊടുത്തിരുന്നു. ജസ്റ്റ് എന്താണ് ആ ബേസിക് കൺസെപ്റ്റ്സ് പറഞ്ഞു വന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. സോ അതിൽ വളരെയധികം താങ്ക്സ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ പുതിയൊരു വീഡിയോ ചെയ്യാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്. അപ്പോൾ അനുദീപ് ബ്ലോഗ്സിൻ്റെ റിസർച്ച് ടീമും QA ടീമും എല്ലാം വളരെ ഇൻറ്റൻസീവായിട്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഈ ഒരു പുതിയ സിലബസ്, ഈ ഒരു പുതിയ ടോപ്പിക്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനും ഇൻവോൾവ് ആണ്. വളരെ നല്ല രീതിയിൽ വളരെ എളുപ്പത്തിൽ ആ ക്ലാസ്സുകൾ വളരെ ആഴത്തിൽ നിങ്ങൾക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതിനൊരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പം. കാര്യം PSC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു മാനേജ്മെൻറ്റ് സിലബസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് സ്റ്റുഡൻസ് ആസ്പിറൻസ് എല്ലാം വളരെ പകച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷനെ മാറ്റാൻ വേണ്ടിയിട്ട്, ഇത് വലിയ സംഭവമൊന്നുമില്ല, ഇത് ആർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ടാക്ടിക്കലി പഠിച്ച് നീങ്ങാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവും. ഞാനിപ്പോൾ സെക്കൻഡ് പാർട്ടിന് എടുക്കുന്നത് ആ ഓവർവ്യൂ സെഷൻ്റെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവും, നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും ഈ സിലബസിൽ. അപ്പോൾ ഞാൻ എത്രയും വേഗം അധികം വലിച്ച് നീട്ടാതെ ഡയറക്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. ഇത്ര ഏരിയ യെല്ലോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഏരിയയും നമ്മൾ പറഞ്ഞു നിർത്തി. നമ്മൾ വളരെ നല്ല രീതിയിൽ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി റിമൈനിങ് പോർഷൻസിൻ്റെ ഒരു ഓവർവ്യൂ, ഒരു ബേർഡ്സ് ഐ വിഷൻ, ഒരു രത്ന ചുരുക്കം, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, പക്ഷേ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആണ് ഇവിടെ നടത്തുന്നത്. യെസ്, കഴിഞ്ഞ തവണ നമ്മൾ മാനേജ്മെൻറ്റ് റോൾസ് ആൻഡ് സ്കിൽസ് അവിടെ വരെ പറഞ്ഞു നിർത്തി. ഇനി എടുക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. എന്താണ് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്? ഈ മാനേജ്മെൻറ്റ് നമ്മൾ പറയുന്നതല്ലാതെ അവരെന്താണ് ആക്ച്വലി ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അവരുടെ ധർമ്മം എന്താണ്, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ നമുക്ക് എളുപ്പത്തിൽ
POSDC എന്ന് വിളിക്കാം. POSDC. ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ളൊരു ടേമാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതാണ് POSDCയുടെ അബ്രിവിയേഷൻ. നിങ്ങൾക്ക് എളുപ്പത്തിന് ഓർത്ത് വയ്ക്കാൻ POSDC എന്ന് മാത്രം ഓർക്കുക. ഇനി എന്താണ് ഓരോ ഫങ്ഷൻസിലും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് തന്നെയാണ്. ഇപ്പം നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ സിലബസ് വായിച്ച് നോക്കിയിട്ട് നമ്മളത് പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. ഇതിനകത്ത് പറയുന്നത് ഡിറ്റർമൈൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ. എന്താണ് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ മൾട്ടിപ്പിൾ കോഴ്സസ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഇപ്പം നമുക്കൊരു എംപ്ലോയിയെ ഹയർ ചെയ്യാൻ നമുക്ക് പല രീതിയിൽ ഉള്ള അപ്രോച്ചസ് യൂസ് ചെയ്യാം. പത്രത്തിൽ പരസ്യം കൊടുക്കാം, അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റീച്ച് ഔട്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ഹെഡ് ഹണ്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം. അതുപോലെ പല കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഉണ്ട്. ഈ കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്ലാനിങ് സ്റ്റേജിലാണ്, അല്ലാതെ എക്സിക്യൂഷൻ സ്റ്റേജിലല്ല. ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അത് സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ് ആണ്. ഈ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ഡിസിഷൻ വിൽ ബി ടേക്കൺ ഇൻ അഡ്വാൻസ്. നമ്മളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ല അതിനൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറേ പ്രൊക്യൂർമെൻറ്റ് നീഡ്സ് ഉണ്ട്, നമുക്ക് കുറേ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അല്ല ഡിസൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വയ്ക്കും. അതാണ് പ്ലാനിങ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്, ഡിസിഷൻ ടേക്കൺ ഇൻ അഡ്വാൻസ്. നമ്മൾ നമ്മുടെ സിലബസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണിത്. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇപ്പം പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണത് ചെയ്യേണ്ടത്, എങ്ങനെയാണത് ചെയ്യേണ്ടത്, ഇതുപോലെയൊക്കെ ടാക്ടിക്കൽ ഡിസിഷൻസ് ആണ് പ്ലാനിങ്ങിൽ എടുക്കുന്നത്. അടുത്തത് ഓർഗനൈസിങ്. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഓർഗനൈസിങ്. കഴിയുന്നതും ഈ POSDC എന്ന് പറയുന്ന സംഭവം ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. കാര്യം പ്ലാനിങ് വന്നതിന് ശേഷമാണ് ഓർഗനൈസിങ്ങിലേക്ക് കിടക്കുന്നത്. എന്താണ് ഈ ഓർഗനൈസിങ്? നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു. പ്ലാൻ എന്ന് വെച്ചാൽ അത് എപ്പോഴും തിയറിറ്റിക്കലാണ്, അത് ഒരു പേപ്പറിലുള്ള സംഭവമാണ്. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ഓർഗനൈസിങ്ങിൻ്റെ കീ ടൈംസ് നോക്കിയേ: അറേഞ്ച്, ഗൈഡ്, കോർഡിനേറ്റ്, ഡയറക്റ്റ്, കൺട്രോൾ. അതായത് നമ്മൾ ഒരു പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നു, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിനെ നമ്മൾ പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്യണം, സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളൊരു സാധനം മേടിക്കാൻ തീരുമാനിക്കണം. നമ്മൾ വലിയൊരു കമ്പനിയാണ്, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്, നമുക്ക് കുറേ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യണം. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഗൈഡൻസ് ഉണ്ട്. നമ്മൾ നല്ലൊരു വെണ്ടറെ കണ്ടുപിടിക്കുക, ആ വെണ്ടറുടെ ക്വാളിറ്റി വെറ്റ് ചെയ്യുക, അതിനുശേഷം അതിനുള്ള പേയ്മെൻറ്റ് ടേംസ് ഡിസൈഡ് ചെയ്യുക. സർവോപരി നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് സംഭവം നമ്മൾ കിട്ടിയതിന് ശേഷം കിട്ടിയ സാധനത്തിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുക, ക്വാളിറ്റി നമ്മൾ വെറ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. ഇതൊക്കെ വരുന്നത് ഓർഗനൈസിങ് സ്റ്റേജിലാണ്. നമ്മൾ പ്രോപ്പർലി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർഗനൈസ് ചെയ്യുക. അതിന് കുറേ ബ്രേക്ക് ഡൗൺ സ്റ്റെപ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, വേറെ കുറേ സ്റ്റെപ്സും ഉണ്ട്. ബട്ട് ഇതൊരു ഹയർ ലെവൽ, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇത്രയും സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് പോകുന്ന ലെവലിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ഇവിടെ സ്റ്റെപ്സ് അവർ ഓർഗനൈസ് ചെയ്യുന്ന വർക്കിൻ്റെ ടൈമിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർക്കിൻ്റെ ടൈമിലാണ്. ഐഡൻറ്റിഫൈ ദ വർക്ക്, ക്ലാസിഫൈ ദ വർക്ക്. നമ്മളൊരു വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ള പണി ഇതാണ്, നമ്മുടെ ടാസ്ക് ഇതാണ്. അത് സർവോപരി നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മൾ വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് ശേഷം ആ വർക്കിനെ ക്ലാസിഫൈ ചെയ്യുക. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം വർക്കിനെ? വർക്കിൻ്റെ സൈസ് അനുസരിച്ച്, അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച്, അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അതെല്ലാം നമുക്ക് വർക്കിനെ ക്ലാസിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ വർക്ക് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മൾ ആ വർക്ക് എത്തിക്കണം. നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി പർച്ചേസ് നടത്താൻ പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. ഇപ്പം ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്ത് പോയിട്ട് മെക്കാനിക്കൽ ഫെയിലിയേഴ്സ്, ഡിഫക്ട്സ് ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ആ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അതിനുശേഷം വർക്ക് അസൈൻ ചെയ്യുക. അതിനുശേഷം ഡെലിഗേറ്റ് അതോറിറ്റി മീൻസ് നമ്മുടെ താഴെയുള്ള നമ്മുടെ ജൂനിയേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ടാസ്കുകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അസൈൻ ചെയ്യുക, അവരോട് ചെയ്യിക്കണം എന്നുള്ളത് നിർദ്ദേശം കൊടുത്തതിന് ശേഷം. അതിനുശേഷം അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക. എന്താണ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ താഴെയുള്ള സ്റ്റെപ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതോറിറ്റി
ഒരു ഓർഡർ ഇടുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ഉള്ള പവറാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതോറിറ്റീവായിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് ഓർഡർ വരുമ്പോഴത്തേക്കും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട കക്ഷിയുടെ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ അണ്ടറിൽ വരും. ഇനി മൂന്നാമത്തേതാണ് സ്റ്റാഫിംഗ്. യൂഷ്വലി ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പ്ലാനിങ്ങോ ഓർഗനൈസിങ്ങോ അല്ല, അതെപ്പോഴും സ്റ്റാഫിംഗ് ആണ്. നമുക്ക് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, അത് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ഹയർ ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. സ്റ്റാഫിങ്ങിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് നെയിമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. അപ്പം എക്സാമിന് സ്റ്റാഫിങ്ങോ ഹ്യൂമൻ റിസോഴ്സ് ഓറിയൻറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യനെ പറ്റി റിലേറ്റഡ് വന്നാൽ സ്റ്റാഫിംഗ് എന്നുള്ള ഈ ഒരു പ്രോസസ്സിനെ പറ്റി ആലോചിക്കുക. സ്റ്റാഫിംഗ് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റാഫിംഗ് അണ്ടറിൽ വരുന്നതാണ്. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് അസസിങ് മാൻ പവർ റിക്വയർമെൻറ്റ്. ഒരു കമ്പനി നടത്തിക്കൊണ്ട് എത്ര ആൾക്കാർ വേണം, ആ കമ്പനി അടുത്ത വർഷം എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ഉള്ള ആൾക്കാർ മതി എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പോരല്ലോ. അപ്പം ആ എക്സ്പാൻഷന് വേണ്ടുന്ന ആൾക്കാർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതിനുശേഷം അവരെ റിക്രൂട്ട് ചെയ്യുക. അവർ റിക്രൂട്ട്മെൻറ്റ് മീൻസ് അവരെ നമ്മൾ ഹയർ ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഓൺ ബോർഡ് ചെയ്യിപ്പിക്കുക. പ്ലേസ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയി റെമ്യൂണറേഷൻ, ഇതെല്ലാം സ്റ്റാഫിംഗ് അണ്ടറിൽ വരും. ഇത് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വിശദമായിട്ടുള്ള ക്ലാസ്സിൽ നല്ല ആഴത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നൊരു സെഷൻ മാത്രമാണത്. അടുത്ത സ്റ്റെപ്പ് ഡയറക്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ഒരു ഫ്ലോ നോക്കിയേ, നമ്മൾ പ്ലാൻ ചെയ്തു, ഒരു കാര്യം പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മളത് ഓർഗനൈസ് ചെയ്തു ചെയ്തതിന് ശേഷം അതിനെ പറ്റിയ ആൾക്കാർ സ്റ്റാഫുകളെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് ഗീവിങ് ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിൻ്റെ പേർപ്പസ്. മാനേജറുടെ റോള് മെയിനായിട്ട് വരുന്നത് ഈ സെക്ഷനിലാണ്, ഡയറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു മാനേജറുടെ അണ്ടറിൽ ഒരു 10 പേര് കാണും. ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ സെയിൽസ് മാനേജറുടെ അണ്ടറിൽ ഒരു 10 സെയിൽസ് എക്സിക്യൂട്ടീവ് കാണും. ഈ സെയിൽസ് മാനേജർക്ക് ഒരിക്കലും ഓരോ വീട്ടിലും പോയിട്ട് കച്ചവടം നടത്താൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിനെ വിളിച്ചിട്ട് എന്താണ് കാര്യം, സാറ് പ്രോഡക്റ്റ് വിളിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അതിന് അദ്ദേഹം ഡയറക്ഷൻസ് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആൾക്കാരിലേക്ക്, ജൂനിയേഴ്സിലേക്ക് ഡയറക്ഷൻസ് കൊടുക്കും. ആ ഒരു പ്രോസസ്സിൻ്റെ ഫ്ലോ ആണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഹാസ് ടു ഗൈഡ് ആൻഡ് സൂപ്പർവൈസ് ഇൻ വിച്ച് എ മാനേജർ ഇൻഫ്ലുവൻസ് ദ ആക്ഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. ഇതൊരു ഫൈനൽ ആക്ഷനാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. നിർദ്ദേശങ്ങൾ കൊടുത്ത് വേറെ ആൾക്കാരെ കൊണ്ട് അവരുടെ കോമ്പിറ്റൻസി ലെവൽ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ഇതിനകത്തുള്ള മെയിൻ സംഭവം ലീഡർഷിപ്പ് റോളാണ്. ഒരു മാനേജറുടെ ലീഡർഷിപ്പ് സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടൊരു ടീമിനെ ലീഡ് ചെയ്യുക, വ്യക്തമായ രീതിയിൽ ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേറ്റ് ചെയ്യിക്കുക, സൂപ്പർവിഷൻ. മോട്ടിവേഷൻ പല രീതിയിലാവാം. പോസിറ്റീവ് മോട്ടിവേഷൻ ആവാം, നെഗറ്റീവ് മോട്ടിവേഷൻ ആവാം. അടിപിടിച്ചിരിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അവർക്ക് ബോണസ് മാത്രം കൊടുത്താൽ പോരാ, അതിന് വേറെ പല വഴികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്കില്ലനുസരിച്ച് ഏത് തരത്തിലുള്ള മോട്ടിവേഷനാണ് അവർക്ക് വേണ്ടതെന്നനുസരിച്ച് അതനുസരിച്ചാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അവരെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അവരെ നയിക്കുക. അതാണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ ഉദ്ദേശം. ഡയറക്ഷനകത്ത് നിന്ന് ഒരുപാട് കമ്പോണൻസ് ആണ്. ഇതൊക്കെ വിശദമായി നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കൺട്രോളിങ്, ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഈ കൺട്രോളിങ് എന്താണ്? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തു. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, സ്റ്റാഫിങ് എല്ലാം നമ്മൾ ചെയ്തിട്ട് നമുക്ക് പിന്നെ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കൺട്രോളിങ് എന്ന് വെച്ചാൽ വാട്ട് ക്യാൻ ഗോ റോങ്. കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് വാട്ട് ക്യാൻ ഗോ റോങ്. നമ്മൾ ഇത്രയും നേരം ചെയ്തു വരുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ് എല്ലാം പ്രോപ്പറായ രീതിയിലാണോ പിന്നീട് നടക്കുന്നത്? നമ്മളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് സമ്മതിക്കുന്നു. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് പോകാനൊക്കത്തില്ല. നമ്മളത് പ്രോപ്പറായ രീതിയിലാണോ അത് ഭാവിയിൽ നടക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള മനസ്സിലാക്കുന്നതാണ് കൺട്രോളിങ്. കൺട്രോളിങ് ഒരു ഓൺ ഗോയിങ് ഫംഗ്ഷനാണ്. അത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം കൺട്രോളിങ് ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും. കൺട്രോളിങ് സൂപ്പർവിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് മൂവിങ് ഇൻ ദ ഡിസൈർഡ് ഡയറക്ഷൻ ആൻഡ് ദ പ്രോഗ്രസ് ഈസ് മെയ്ഡ് ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് എൻഡ് ഗോൾസ്. നമ്മളുടെ ഈ മുന്നേ പറഞ്ഞ ഡിസ്കസ് ചെയ്ത സംഭവങ്ങളെല്ലാം ഓർഗനൈസേഷൻ്റെ ഗോൾസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കാണോ പോകുന്നത്? ഇനിയല്ല, എന്തെങ്കിലും രീതിയിൽ വ്യതിചലിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ട്രാക്കിൽ കൊണ്ടുവരുന്ന പേർപ്പസിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ സ്റ്റെപ്സ് ഉണ്ട്. പെർഫോമൻസ് മെഷർ ചെയ്യുക, നമ്മുടെ ടാർഗറ്റ് മെഷർ ചെയ്യുക,
ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അച്ചീവ് ആവാത്തതെന്നുള്ള റീസൺ കണ്ടെത്തുക. അത് കണ്ടെത്തുമ്പോൾ നമുക്ക് കുറച്ച് അറിവ് കിട്ടും, എന്തൊക്കെയാണ് നമ്മുടെ നിലവിലത്തെ പ്രോസസ്സിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. സർവോപരി കൺട്രോളിങ് സ്റ്റെപ്പാണ് കറക്റ്റീവ് ആക്ഷൻസ് വരുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സെയിൽസ് ആ വർഷം അല്ലെങ്കിൽ ആ മാസം നടന്നില്ല, അതിൻ്റെ റീസൺ മനസ്സിലാക്കുന്ന സ്റ്റെപ്പിന് ശേഷം അത് കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനുശേഷം കറക്റ്റീവ് ആക്ഷൻസിൻ്റെ റിസൾട്ട് നമ്മൾ പിന്നെയും വെരിഫൈ ചെയ്യും. അതെല്ലാം ഈ കൺട്രോളിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് വരുന്നതാണ്. അപ്പം ഈ ഒരു ഏരിയയുടെ ഒരു ഓവർവ്യൂ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ? അതിൻ്റെ മലയാള വാക്ക് എന്താണ്? സിംപ്ലി പറഞ്ഞാൽ തത്വം എന്താണ്? ജനറലി പൊതുവേ പൊതുബോധത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള സെറ്റ് ഓഫ് നിയമങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള നയങ്ങൾ, അതിനെയൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത മഹാനാണ് ഫയോൾ. ഇദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് 14 തത്വങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. അത് അന്നും ഇന്നും മാനേജ്മെൻറ്റിൻ്റെ ബേസിസ്, അതിൻ്റെ ഒരു ഏറ്റവും ക്രക്സിലുള്ള സംഭവം, ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓരോന്ന് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ് സംഭവം? സിംപ്ലി പറയുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മുന്നേ സംസാരിച്ച കാര്യം, നമ്മൾ പഠിക്കുന്ന ഓരോ സിലബസ് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്യണം. മുന്നേ പഠിച്ച മാനേജ്മെൻറ്റ് ഫംഗ്ഷനകത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിങ് എല്ലാം പഠിച്ചു. ഇതെല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനെ പല ആൾക്കാർക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ആൾക്കാരുടെ കോമ്പറ്റൻസി അനുസരിച്ച്. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് ഈസ് ഡിവൈഡ് ഇൻ ടു പാർട്സ് ആൻഡ് വൺ പേഴ്സൺ ഡസ് ഓൺലി വൺ തിങ് റാദർ ദാൻ ഡൂയിങ് എവറിത്തിങ് ബൈ ഹിംസെൽഫ്. ഒരാൾക്ക് എല്ലാം ചെയ്യാൻ ഒക്കത്തില്ല. ഒരാളെ ഒരു ഏരിയ ഏൽപ്പിക്കുക, ആ ഏരിയ ഏൽപ്പിച്ചിട്ട് അയാളുടെ പണി ചുവനില നടക്കുന്നുള്ള വേറെ ആളെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യിപ്പിക്കുക, അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരാളെ ഒരുപാട് ഏരിയ ഏൽപ്പിച്ച് നമ്മുടെ ബിസിനസ് പ്രോസസ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. ആളെ ഒരു ഏരിയ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ കോമ്പറ്റൻസി ലെവൽ അനുസരിച്ച് ഏരിയ ഏൽപ്പിക്കണം. കുറച്ച് മുന്നേ പറഞ്ഞല്ലേ, സെയിൽസ് ടീമിൻ്റെ അടുത്ത് പോയി പർച്ചേസിങ് ഡിസിഷൻ നടത്താൻ പറയരുത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിൻ്റെ അടുത്ത് പോയി സെയിൽസ് നടത്താൻ പറയരുത്. ഓരോരുത്തരുടെ കോമ്പറ്റൻസി ലെവൽ അനുസരിച്ച് ചെയ്യാം. അടുത്തത് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി മീൻസ് അത് സൈഡ് ബൈ സൈഡ് ആയിട്ട് വേണം. അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, നമ്മൾ കുറച്ച് മുന്നേ സംസാരിച്ചു. അതോറിറ്റി അധികാരം, റെസ്പോൺസിബിലിറ്റി അധികാരമുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരാണ് റെസ്പോൺസിബിൾ പാർട്ടീസ്. അതാണ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തം. ഒരു ആൾക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രം കൊടുത്താൽ ശരിയാവുമോ? ഇപ്പം ഒരു സ്ഥാപനം, അവിടെ മാനേജറുണ്ട്, മാനേജറുടെ കീഴിൽ ഒരു സൂപ്പർവൈസറുണ്ട്, ആ സൂപ്പർവൈസറിൻ്റെ കീഴിൽ വർക്ക്മാൻ ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർവൈസർക്ക് പവറൊന്നുമില്ല, അദ്ദേഹത്തിന് അതോറിറ്റി ഒന്നുമില്ല, മാനേജർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സ്റ്റൈലല്ല. ആ സൂപ്പർവൈസർക്ക് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് അധികാരം യൂസ് ചെയ്യാൻ, താഴെ ഉള്ള വർക്ക്മാനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മാനേജർ പറഞ്ഞ കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ പ്രാവർത്തികമാവത്തുള്ളൂ. അതാണ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഈക്വാലിറ്റി. അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ, അധികാരവും ഉത്തരവാദിത്വം തമ്മിൽ ഒരു സമത്വം ഉണ്ടായിരിക്കണം എപ്പോഴും. അടുത്തത് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ? അച്ചടക്കം. റെസ്പെക്ട് ഫോർ എഗ്രിമെൻറ്റ് വിച്ച് ആർ ഡയറക്റ്റഡ് അറ്റ് അച്ചീവ്മെൻറ്റ്, ഒബീഡിയൻസ്, എനർജി ആൻഡ് റെസ്പെക്ട്. ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഇപ്പം ഇതിനെ പറ്റിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫാക്ടറിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഫാക്ടറി വർക്കേഴ്സ് എല്ലാം യൂണിഫോം ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു യൂണിഫോം പോസ്റ്റ്, പോലീസ്, മിലിറ്ററി കിടക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് അവർ യൂണിഫോം ഇട്ടിരിക്കുന്നത്. ഡിസിപ്ലിൻ എല്ലായിടത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഒരു സ്ഥാപനത്തിൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ഇന്ന രീതിയിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബഹളം വയ്ക്കാൻ പാടില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ആ തരത്തിലൊക്കെയുള്ള നിയമങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഉദാഹരണത്തിന് കോടതിയിൽ പോകണമെങ്കിൽ കുറക്കെ സംസാരിക്കാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല. ഇതൊക്കെ സൊസൈറ്റിയിലുള്ള ഡിസിപ്ലിനറി നോംസ് ആണ്. അതുപോലെയുള്ള നിയമങ്ങളും അച്ചടക്കവും ഒരു സ്ഥാപനത്തിലും നമുക്കുണ്ടാവണം. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി
ഒരു വ്യക്തിക്ക് ഒരു ബോസേ പാടുള്ളൂ. സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് യൂണിറ്റി ഓഫ് കമാൻഡ് അധികം പ്രാവർത്തികമാവാത്തൊരു കാര്യമാണ്. കാര്യം ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ ബോസുകളാണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ആൾക്കാരുടെ ഉത്തരവെടുക്കേണ്ടി വരും. പക്ഷേ ഫയോൾ പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് വേണമെന്നാണ്. വൺ പേഴ്സൺ ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഒരാളുടെ അടുത്ത് ഓർഡർ ഇടാൻ അയാളുടെ മുകളിൽ ഒരാൾ മാത്രമേ കാണാൻ പാടുള്ളൂ. 2 മാനേജേഴ്സിന് അണ്ടറിൽ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ ഇടാൻ പാടില്ല. അത് കൺഫ്യൂഷൻ ഉണ്ടാകും, അത് സ്ഥാപനത്തിൻ്റെ വർക്കിങ്ങിൻ്റെ സ്ട്രീം ലൈനിങ്ങിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു മാനേജറിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഒറ്റ സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ അയാൾ ഓർഡർ എടുക്കാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരു കോർഡിനേറ്റഡ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു ഐഡിയ കൊടുക്കുക, എന്താണ് നമ്മുടെ ഗോൾ, എന്താണ് നമ്മൾ അച്ചീവ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പം ഒരു ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റീസിനെ പ്രോപ്പർലി ഡയറക്റ്റ് ചെയ്യുക. ഓരോ സമയത്ത് ഓരോ നിർദ്ദേശം കൊടുക്കരുത്. ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഡയറക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് വന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത മറ്റ് ഡയറക്ഷൻസ് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു പുതിയൊരു സ്റ്റാഫിനെ ഹയർ ചെയ്തു, ആ സ്റ്റാഫിനെ ഹയർ ചെയ്ത് ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാക്കാന്നിരിക്കട്ടെ, ഒരു പർട്ടിക്കുലർ ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹയർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു മാസം പുള്ളി അതിൽ വർക്ക് ചെയ്തു. 2 മാസം കഴിയുമ്പോഴത്തേക്കും യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു ടാസ്ക് ഏൽപ്പിച്ച് അദ്ദേഹത്തെ ഡയറക്ഷൻ കളയരുത്. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുകൊണ്ട് ഫയൽ ഉദ്ദേശിക്കുന്നത്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ജനറൽ ഇൻട്രസ്റ്റ്. സംഭവം ഇത്രയേ ഉള്ളൂ. വ്യക്തികൾക്ക് നമ്മുടേതായ നീഡ്സ് കാണും. ഇപ്പം ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രധാന സംഭവം അദ്ദേഹത്തിന് നല്ല ശമ്പളം കിട്ടുക, ബോണസ് കിട്ടുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അതിനെക്കാട്ടി ഒക്കെ അയാൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യം, അയാൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാലും ഓർഗനൈസേഷൻ ഫ്ലറിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അയാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിന് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ്? പുള്ളിയുടെ നോളജ് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആ നോളജ് എൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് വാല്യൂ കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാവുമെന്ന് വിചാരിക്കാതെ ബാക്കിയുള്ളവരിലേക്ക് അത് ഡിസമിനേറ്റ് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരണം. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് താഴെ മാത്രം വയ്ക്കുക. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഓർഗനൈസേഷൻ്റെ, നമ്മൾ ജോലി എടുക്കുന്ന ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനും അതിൻ്റെ ഗ്രോത്തിനും വേണ്ടിയായിരിക്കണം. ഫെയർ റെമ്യൂണറേഷൻ. നല്ല രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യുക, അവർ അർഹിക്കുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ പേയ്മെൻറ്റ് കൊടുക്കുക. സെൻട്രലൈസേഷൻ. അത് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സെൻട്രലൈസേഷൻ കോൺസെപ്റ്റ് മാറി ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട്. സെൻട്രലൈസേഷൻ മീൻസ് എല്ലാവരും ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നായിരിക്കും അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. ഒരു മുകളിലുള്ള ഒരാൾ കാണും, ആ പുള്ളിയായിരിക്കും എല്ലാം മാനേജ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും വരുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ. സിംപ്ലി പറയുന്നുണ്ടെങ്കിൽ അധികാരം വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് മാനേജ്മെൻറ്റ് കമ്മിറ്റി, അവരായിരിക്കും കംപ്ലീറ്റ് നിർദ്ദേശം എടുക്കുന്നത്. 1000 പേരുള്ള ഒരു കമ്പനിയിൽ കംപ്ലീറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പറയുന്ന 5 പേരോ 6 പേരോ ചേർന്നൊരു കൂട്ടമായിരിക്കും. പക്ഷേ മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് എല്ലാ തരത്തു നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് ചെറിയ ടീമായി സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്കൊരു ഗോൾ എടുക്കുക, അവർ അച്ചീവ് ചെയ്യുക. അപ്പം ഈ 5 പേരുടെ കയ്യിൽ പവർ ഇരിക്കുന്നവരും ചിലപ്പം ആയിരക്കണക്കിന് ആൾക്കാരുടെ കയ്യിലായിരിക്കും പവർ ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരു കളക്റ്റീവ് ഗോൾ അക്കോംപ്ലിഷ്മെൻറ്റിലേക്ക് നടത്തും എന്നുള്ളൊരു സ്റ്റഡീസും മാനേജ്മെൻറ്റിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഒരു 100 വർഷം മുന്നേ ഉള്ള കോൺസെപ്റ്റുകളാണ് പലതും. പക്ഷേ എന്നാലും നമ്മളിതെല്ലാം പഠിക്കണം, നമ്മളിതെല്ലാം മനസ്സിലാക്കണം. ഈ ഏരിയയിലൊക്കെ വന്നിട്ടുള്ള റീസെൻറ്റ് അപ്ഡേറ്റ്സും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ക്ലാസ്സിനകത്ത് ഇതുപോലെയുള്ള പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന കൺസെപ്റ്റിൻ്റെ റീസെൻറ്റ് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടുള്ള വിശകലനവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാര്യം PC എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ട്രിക്കി ഏരിയ ആണത്. നമ്മളൊരു കാര്യം പഠിപ്പിക്കും, എന്നിട്ട് അതിനകത്ത് റീസെൻറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ഇനി അടുത്തത് സ്കാലർ ചെയിൻ. അത് സിമ്പിൾ സംഭവമാണ്. ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഫ്രം ഹയസ്റ്റ് റാങ്ക് ടു ദ ലോവസ്റ്റ് റാങ്ക്. കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഗോ ത്രൂ ദിസ് ചെയിൻ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ലൈനാണ് സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള യൂണിറ്റി ഓഫ് കമാൻഡും ഡിസിപ്ലിനും എല്ലാം സ്കാലർ ചെയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സംഭവമൊന്നുമില്ല, ഒരു കമ്പനിയുടെ CEO, ആ CEOയെ ഡയറക്റ്റ് പോയിട്ട് ഒരിക്കലും അവിടുത്തെ വർക്ക്മാൻ അപ്രോച്ച് ചെയ്യത്തില്ല. അവർക്ക് എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് CEO എടുത്ത് ഒരു വർക്ക്മാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കോമ്പൻസേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വർക്ക് കൾച്ചറിനെ പറ്റിയിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. അത് ഒരിക്കലും CEO ഡയറക്റ്റ് പോയി പറയാൻ പറ്റില്ല. പുള്ളി അത് പുള്ളിയുടെ സൂപ്പർവൈസർ റിപ്പോർട്ട് ചെയ്യുക, സൂപ്പർവൈസർ പോയത് മാനേജറുടെ അടുത്ത് പറയുക, മാനേജറെ പോയി അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത് പറയുക. ആ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിൽ കൂടെ മാത്രമേ ഇത് പോകാൻ പാടുള്ളൂ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ താഴേക്ക് എത്തിക്കുന്നത്.
ഇപ്പോൾ ഒരിക്കലും ഒരു CEO ഒന്ന് ഡയറക്റ്റ്ലി എംപ്ലോയീസിൻ്റെ അടുത്ത് പറയത്തില്ല നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യണമെന്ന് പറയത്തില്ല. അദ്ദേഹം പോളിസി ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവരാണ് നിങ്ങളിലേക്ക് സംഭവം നിങ്ങൾ ആ ഇൻഫർമേഷൻ എത്തിക്കുന്നത്. അതാണ് സ്കാലർ ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഓർഡർ മീൻസ് റൈറ്റ് മാൻ ഫോർ ദ റൈറ്റ് ജോബ്. നമ്മൾ ഇത് കുറേ സമയം നമ്മൾ ഈ കോമ്പിറ്റൻസി പറ്റി സംസാരിക്കുന്നു. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഏൽപ്പിക്കുക. സെയിൽസ് ടീമിൻ്റെ അടുത്ത് പോയി പർച്ചേസ് നടത്താൻ പറയരുതെന്ന് കുറച്ച് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധമാണ്. ഈ ഒരു പോയിന്റ് ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഈ ഓർഡർ, ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇത് പെർട്ടിക്കുലർലി നിങ്ങൾ ഒന്ന് എംഫസൈസ് ചെയ്ത് മനസ്സിലാക്കുക. അടുത്തത് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. വർക്കേഴ്സിൻ്റെ അടുത്തും മാനേജേഴ്സിൻ്റെ അടുത്തും ഡയറക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം മാന്യമായ രീതിയിൽ പെരുമാറുക. സിമ്പിൾ സെൻസിൽ പറഞ്ഞതാണ്. അവരുടെ അടുത്ത് കൈൻഡ് ആവുക, ഈക്വൽ ജസ്റ്റിസ് കൊടുക്കുക, ഈക്വൽ പരിഗണന കൊടുക്കുക. ഓഫ് കോഴ്സ് ഒരു ഹൈറാർക്കിൽ പോകുമ്പോഴത്തേക്കും പലർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ പരിഗണന എല്ലാം വേറെ വേറെ ആയിരിക്കും. എന്ന് വെച്ച് ഏറ്റവും താഴെ ലെവലിലുള്ള ആൾക്കാരെ ചവിട്ടി തയ്ക്കാൻ പാടില്ല. എല്ലാ വർക്കേഴ്സിൻ്റെ അടുത്തും ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കണം ആൾക്കാർ എടുക്കേണ്ടത്, മാനേജ്മെൻറ്റ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? എംപ്ലോയി ലോയൽറ്റി, അവരുടെ ലോയൽറ്റി അല്ലെങ്കിൽ അവരുടെ നന്ദി എന്നൊക്കെ മനസ്സിലാവുമല്ലോ, അതൊക്കെ ജനറേറ്റ് ചെയ്യാൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. സ്റ്റെബിലിറ്റി ഓഫ് ടെനർ നമുക്ക് ജോബ് സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയെടുക്കാം. എന്താണ് ജോബ് സെക്യൂരിറ്റി? ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ജോബ് സെക്യൂരിറ്റി ഇല്ല, പ്രൈവറ്റ് സെക്ടറിൽ പലയിടത്തും കയറുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിച്ചു വിടുന്നു, അങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം സ്റ്റെബിലിറ്റി ഓഫ് ടെനർ നമുക്ക് ആ ഒരു സംഭവമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ഇറ്റ് മീൻസ് ലോങ് ടേം എക്സിസ്റ്റൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ കുറച്ച് ആൾക്കാർ കുറേ നാൾ നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓർഗനൈസേഷൻ നല്ലതാണെന്നല്ലേ. ഒരു എംപ്ലോയി ടേൺ ഓവർ എന്ന ടേം ഉണ്ട്. എംപ്ലോയി ടേൺ ഓവർ മീൻസ് ആൾക്കാർ പിരിഞ്ഞു പോകുന്നതിൻ്റെ റേറ്റ്. ഒരു 100 എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ട് അതിനകത്ത് 10 എംപ്ലോയീസ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ, റിസൈൻ ചെയ്തിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ എംപ്ലോയി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10% ആയിരിക്കും. അത് കമ്പനിക്ക് വളരെ മോശമാണ്, എംപ്ലോയി ടേൺ ഓവർ കൂടുന്നത്. അതായത് എംപ്ലോയീസ് പിരിഞ്ഞു വന്നതിൻ്റെ മെയിൻ റീസൺ അവർക്കൊരു കോൺഫിഡൻസ് ആണത്തില്ല. കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയിൽ അവർക്കൊരു റോൾ കാണുമെന്നുള്ള കോൺഫിഡൻസ് അവർക്ക് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ പിരിഞ്ഞു വന്നത്. അപ്പം ആ ഒരു ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെബിലിറ്റി എടുക്കുക, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. ഇത്ര നാൾ അവർക്ക് കുറേ നാളും കൂടെ നമ്മുടെ കമ്പനിയിൽ നിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് വരെ നമ്മുടെ കമ്പനിയിൽ നിൽക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. ഇനിഷ്യേറ്റീവ് നമുക്ക് ക്രിയേറ്റിവിറ്റിയോടെ ബന്ധപ്പെടുത്താം. എംപ്ലോയീസിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. എന്താണ്? പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കാനും ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാനും എൻകറേജ് ചെയ്യണം. മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നവരായിരിക്കരുത് ചിലപ്പോൾ. അവർക്കൊരു ഐഡിയ കാണണം. അവർക്ക് പലർക്കും പല ഐഡിയാസ് കാണും. ആ ഐഡിയാസൊക്കെ മാനേജ്മെൻറ്റിന് മുമ്പിൽ കൊണ്ടുവരാനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു എംപ്ലോയി ഇനിഷ്യേറ്റീവ് എടുത്താൽ അതിനെ നിരുത്സാഹപ്പെടുത്താതെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഫൈനൽ 14ാമത്തെ പ്രിൻസിപ്പിളാണ് എസ്പ്രീ ഡിക്കോ. പരസ്പര ബഹുമാനം, പരസ്പര സഹായം, പരസ്പര യൂണിറ്റി, അതാണ് എസ്പ്രീ ഡിക്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഹാർമണി ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. എല്ലാവരും ഒരു പരസ്പര സഹായത്തോടു കൂടി ഒരു ഹാർമണൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ എസ്പ്രീ ഡിക്കോ എന്ന് പറഞ്ഞ സംഭവം നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നൊരു ഏരിയ ഉണ്ട്, ഓർഗനൈസേഷൻ കൾച്ചർ. അതും ഇതും വളരെയധികം ലിങ്ക്ഡാണ്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിലേക്ക് പോവാം. ഈ 7ാമത്തെ പോയിന്റിനെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. കാര്യം അത് കുറച്ച് അധികം ടെക്നിക്കൽ ഏരിയ ആണ്. 7ാമത്തെ പോയിന്റ് കോണ്ടംപററി അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയെ പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കാര്യം അത് ഒരുപാട് ഡീറ്റെയിൽഡാണ്. ടെക്നിക്കലി കുറച്ച് നമുക്ക് നോളജ് വേണ്ടുന്നൊരു സംഭവമാണ്. ടഫാണെന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ എന്നാലും കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ സംഭവമുണ്ട്. TQM ലീനും ഒക്കെ നമുക്ക് പരസ്പരം മാറിപ്പോകുന്ന ഒരു സംഭവമാണ്. ഒരു ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇത് വളരെ ബ്രോഡാണ്, വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, ഒരു നല്ലൊരു ഓവർവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാം. അത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സെക്ഷനോട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യാതെ ബാക്കി ഏരിയസിനെ പറ്റി സംസാരിക്കുന്നത്. അടുത്തൊക്കെ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറിനെ പറ്റി നോക്കാം. ഇപ്പം ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയുണ്ടോ എന്ന് നമ്മുടെ അടുത്തുള്ള ചോദിക്കും. നമ്മൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് ചോദിക്കും. പക്ഷേ ഒരിക്കലും ഗവൺമെൻറ് സർവീസസ് വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഇതിനകത്തോട്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങും. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു പുതിയ ടോപ്പിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്.
ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചർ, അത് വലിയൊരു ടോപ്പിക്കാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആ സംഭവത്തെ പറ്റി നമുക്ക് തരാം. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് വെച്ചാൽ ബേസിക്കലി എത്തേ ഉള്ളൂ. ഇന്നത്തെ എൻവയോൺമെൻറ് ഉണ്ട്, കൾച്ചറുണ്ട്. ആദ്യം എൻവയോൺമെൻറ്റിനെ പറ്റി സംസാരിക്കാം. എൻവയോൺമെൻറ്റ് ആകുമ്പോഴത്തേക്ക് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും വരാം, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും വരാം. ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷനകത്തുള്ള എൻവയോൺമെൻറ്റ്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോമ്പറ്റീറ്റേഴ്സ്, അതൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലെ ഇഷ്യൂസ്, അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പൊതുവേ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചർ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ഷെയർഡ് അസംഷൻസ്. എല്ലാവരും പൊതുവേ അവിടെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് കമ്പനി നടക്കുന്നത്. സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ ആ കമ്പനി വർക്ക് ചെയ്യാൻ കൊള്ളാമോ ഇല്ലയോ. സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ കയറി കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന ശേഷം, ഇവിടെ വർക്ക് ചെയ്യാൻ കൊള്ളാമോ ഇല്ലയോ, ടോക്സിക് ആണോ അതോ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇതൊക്കെയാണ് സിമ്പിൾ സെൻസിൽ പറഞ്ഞ ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറിനകത്ത് വരുന്നത്. അതിനകത്ത് കുറച്ച് ചെറിയ മൈന്യൂട്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഹൗ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ്, എങ്ങനെയാണ് ബിസിനസ് അവർ നടത്തുന്നത്, അഗ്രസീവായിട്ടാണോ, എത്തിക്കലി ആണോ, അല്ലെങ്കിൽ എംപ്ലോയീസിനായിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ചെയ്യുവാണോ, അതോ ഒരു 5 പേര് ചേർന്ന് ചെയ്യേണ്ടുന്ന ടാസ്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണോ. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഹൗ എംപ്ലോയീസ് ആർ ട്രീറ്റഡ്, എംപ്ലോയീസിന് മാന്യമായ രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കമ്പനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആ കമ്പനി കൊടുക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ഹൗ എംപ്ലോയീസ് ആർ ട്രീറ്റഡ് എന്നാണ് വരുന്നത്. അതുപോലെ ഫ്രീഡം ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത് മൂന്നുമല്ല, വേറെ ഒരുപാട് ഏരിയസ് അതിനകത്ത് വരുന്നുണ്ട്. എന്നാലും മെയിൻ ഏരിയാസ് ഈ 3 ആയതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു എംപ്ലോയിക്ക് സ്വതന്ത്രമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിനകത്ത് വന്നതാണ്. എംപ്ലോയീസിനകത്ത് ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ ഉള്ള സ്കോപ്പിനെ പറ്റിയിട്ട് മുന്നേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിനകത്ത് അത് ഇവിടെയും വരുന്നുണ്ട്. ഇതെല്ലാം ഓവർലാപ്പിംഗ് ആയിട്ട് കുറേ ഏരിയാസ് ഉണ്ട്. സോ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും 2 ഏരിയയിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്കൊരു ഓറിയൻറ്റേഷൻ വേണം, ഈ ടോപ്പിക്ക് ഇന്ന ടോപ്പിക്കായിട്ട് ലിങ്ക്ഡ് ആണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. പല തരത്തിലുള്ള ഓർഗനൈസേഷൻ കൾച്ചറുണ്ട്. അതിനകത്ത് ഇന്നോവേറ്റീവ് കൾച്ചർ, അഗ്രസീവ് കൾച്ചർ പലതുണ്ട്. അഗ്രസീവ് കൾച്ചർ മീൻസ് വളരെ അഗ്രസീവ് ആയിരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. അവർക്ക് അറ്റ് എനി കോസ്റ്റ് അവർക്ക് വർക്ക് ചെയ്ത് കിട്ടണം, കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം. ഭയങ്കര അഗ്രസീവായ രീതിയിലായിരിക്കും അവർ ചിലപ്പം എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്, ടാർഗറ്റ്സ് കൊടുക്കുന്നത്. അതേസമയത്ത് ഇന്നോവേറ്റീവ് ഓർഗനൈസേഷൻ കൾച്ചർ വരുമ്പോഴത്തേക്ക് എംപ്ലോയീസിന് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കാണും, അവർക്ക് കുറേ ഫ്രീഡം കാണും, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും, അവരുടെ ലൈഫ് കുറച്ചുകൂടെ അവിടെ ഈസി ആയിരിക്കും. അതാണ് ഈ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞ സംഭവം എന്ന ഒരു ഏരിയയിൽ എനിക്ക് പറയാനൊരു ടോട്ടൽ ഓവർവ്യൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് നടത്തുന്നിട്ടുണ്ട്, ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൺസോൾട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി സെഷൻ ആൻഡ് വ്ലോഗ്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും, ഡീറ്റെയിൽ ക്ലാസ്സിൽ. അടുത്തൊരു ഏരിയയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, എന്താണ് എത്തിക്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മലയാള അർത്ഥം. എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, അതാണ് ബേസിക് ഡിസ്ക്രിപ്ഷൻ. ധാർമ്മികത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ധർമ്മം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് സ്വയം ഒരു ബോധം കാണുമല്ലോ. ആ ബോധത്തെയാണ് നമ്മൾ എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോഴത്തേക്കും, ഇപ്പം നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആയിട്ട് കയറി, നിങ്ങൾ അവിടെ ഒരു നല്ലൊരു പവർഫുൾ പൊസിഷനാണ്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നേക്കാം, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു പൗരനെ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നേക്കാം. അതേ സമയത്ത് നിങ്ങളൊരു പൊളിറ്റീഷ്യൻ വിളിച്ച് പറയുവാണ് നിങ്ങളത് ചെയ്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റൊരു പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ഡെലേമ സിറ്റുവേഷനിലെത്തും. പൊളിറ്റീഷ്യനെ വെറുപ്പിക്കാനും ഒക്കത്തില്ല, ഈ പാവപ്പെട്ടവനെ ഹെൽപ്പും ചെയ്യണം. അതുപോലൊക്കെയുള്ള സിറ്റുവേഷനാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സിഗ്നിഫിക്കൻസ് കയറി വരുന്നത്. നമ്മൾ ആ സമയത്ത് ആലോചിച്ച് എടുത്ത് നമ്മൾ ആ സമയത്ത് പൊളിറ്റീഷ്യനെ വെറുപ്പിക്കാനും പാടില്ല, അദ്ദേഹത്തിനെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് എന്നാൽ ആ പൗരന് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലുള്ള തീരുമാനം നമ്മൾ എടുക്കണം. അതിനാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മം നമ്മൾ പ്രോപ്പർലി ചെയ്യുക. ഈ മാനേജ്മെൻറ്റിനകത്തുള്ള എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എന്തുകൊണ്ടാണ് ഒരു ബ്യൂറോക്രാറ്റായി നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത് എന്നുള്ളതിന് പറ്റിയൊരു ഐഡിയ മനസ്സിലായല്ലോ. മാനേജ്മെൻറ്റിനകത്ത് ഒരുപാട് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അവരിപ്പം ഒരു മാറാരോഗത്തിനുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ടുപിടിക്കാൻ വളരെ നല്ല പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ അവർക്ക് ഹ്യൂമൻ ട്രയൽ എടുത്താൽ അത് ചെയ്യാൻ നോക്കത്തില്ല. ഒരു 1000 പേരെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ 2-3 അല്ലെങ്കിൽ ഒരു 10 മനുഷ്യ ശരീരങ്ങൾ ആ ട്രയൽ നടത്തേണ്ടി വരും. അതിന് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ മരിക്കും. അപ്പോൾ അവിടെ ഒരു എത്തിക്കൽ ഡൈലമയാണ് വരുന്നത്.
ഇത്രയും ആൾക്കാരെ രക്ഷിക്കാനായിട്ട് നിരപരാധികളെ കുറച്ച് ആൾക്കാരെ കൊല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ വളരെ എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെയുള്ള ഒരുപാട് സ്റ്റഡീസ്, ഇത് ഞാൻ എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ട്. ആ സമയത്ത് ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ത് ചെയ്യണം? 5 പേരുടെ ജീവൻ എടുക്കണോ അതോ 1000 പേരെ ഭാവിയിൽ മരണത്തിലേക്ക് വിട്ടുകൊടുക്കണോ? ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ഡിസിഷൻ മേക്കിങ്സ് ഈ മാനേജ്മെൻറ്റ് സെക്ഷനിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ലോകത്താണെങ്കിൽ പോലും ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ പോലും എത്തിക്കലായിട്ടുള്ള പല ഡിസിഷൻസും, എസ്പെഷ്യലി പബ്ലിക് ഇൻ്റർഫേസുള്ള നിങ്ങളുടെ പുറത്തൊരു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് എത്തിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണിത്. ഇതും നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അടുത്ത 10 CSR. എന്താണ് CSR? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. കോർപ്പറേറ്റ്സ്, കമ്പനീസ്, അവരുടെ ധാർമ്മിക അവരുടെ സൊസൈറ്റിയിൽ അവർ നിറവേറ്റുന്ന ഉത്തരവാദിത്തം, അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തിനാണ് നമ്മൾ CSR ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്താണ് സംഭവം? ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നു, കുറേ ലാഭം ഉണ്ടാകുന്നു. ഈ സൊസൈറ്റിയുടെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണല്ലോ അവർ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക്, ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം സൊസൈറ്റിക്ക് തിരിച്ച് കൊടുക്കാനുള്ള ബാധ്യത കമ്പനിക്കുണ്ട്. അതാണ് CSRൻ്റെ ഒരു അണ്ടർലൈങ് ഐഡിയ എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമാണ് CSR, ഇന്ത്യയാണ് ആദ്യമായിട്ട് ലോകത്ത് CSR കൊണ്ടുവന്ന രാജ്യം. ഇതൊക്കെ PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം CSR എന്ന ഐഡിയ ലോകത്തിന് മുന്നിൽ കൊണ്ടുവച്ചത് ഇന്ത്യയാണ്. ഇനി CSR ഏതൊക്കെ കമ്പനീസിനാണ് ആപ്ലിക്കബിൾ, എന്തൊക്കെയാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു പോകാം. കമ്പനീസ് ആക്ട് 2013 CSRനെ പറ്റിയിട്ട് പറയുന്നത്. സെക്ഷൻ 135, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 135 പ്രകാരം ഏതൊക്കെ കമ്പനീസാണ് CSR കൊടുക്കുന്നത്? നെറ്റ് വർത്ത് 500 കോടിയുള്ള കമ്പനി, ടേൺ ഓവർ 1000 crores ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 5 crores. ഇതിനകത്തൊരു ട്രിക്കുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ കമ്പനി സാറ്റിസ്ഫൈ ചെയ്താൽ പോലും കമ്പനി CSR ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ ബാധ്യസ്ഥനാണ്. ബാക്കി കമ്പനീസിന് വോളണ്ടറി റിക്വയർമെൻ്റ് ആണ്. ഈ കണ്ടീഷൻസ് ഒന്നുമേ ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനീസിനാണെങ്കിൽ പോലും വോളണ്ടറി ആയിട്ട് CSR ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാം. പക്ഷേ ഈ കമ്പനീസ് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ കണ്ടീഷൻസ് ഒരുമിച്ച് മീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ചിലപ്പോൾ അവിടെ ടേൺ ഓവർ 1000 കോടി കാണത്തില്ല, 900 കോടി കാണത്തുള്ളൂ, പക്ഷേ ലാഭം 5 കോടി ആയിരിക്കും. അത്രയും വരുന്ന കമ്പനീസ് മസ്റ്റായിട്ടും CSR ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യണം. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. കാര്യം ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫൈനലിനകത്ത് ഈ ടോപ്പിക്ക് ഉള്ളതായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്, CSRൻ്റെ. ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ MCQ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്, CSRൻ്റെ ഈ ലിമിറ്റിനെ പറ്റിയിട്ടുള്ളത്. അത് പലരും തെറ്റിക്കാറുണ്ട്. രണ്ടും എല്ലാ കണ്ടീഷൻസും ഒരുമിച്ച് വന്നെങ്കിലേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ എന്നുള്ള ധാരണയിൽ പലരും അത് തെറ്റായിട്ട് എടുക്കാറുണ്ട്. സോ ഇപ്പം PSC പ്രൊഫഷണൽ കോഴ്സസിൻ്റെയും ബാക്കി UPSCയുടെയും ബാക്കി സ്കോളർ ലെവലിലായിട്ടുള്ള കോഴ്സസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, കമ്മിങ് ബാക്ക്. അപ്പോൾ എത്രത്തോളമാണ് ഈ കമ്പനി സ്പെൻഡ് ചെയ്യേണ്ടത്? അവർക്ക് നെറ്റ് പ്രോഫിറ്റ് 5 കോടി വന്നിരിക്കട്ടെ, അതിൻ്റെ 2% സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം ചോദിക്കും ആ വർഷത്തെ പ്രോഫിറ്റ് 2% അല്ല, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിന് ആവറേജ് എടുക്കുക. കഴിഞ്ഞ 3 വർഷം ചിലപ്പം 5 കോടി 6 കോടി 7 കോടി രൂപയായിരിക്കും 3 വർഷത്തെ പ്രോഫിറ്റ് ഓരോ വർഷത്തിലുള്ളത്. അപ്പോൾ 5 + 6 + 7/3 ആയിരിക്കും അവരുടെ ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. അതിൻ്റെ 2% മാൻഡേറ്ററി ആയിട്ട് അവരടയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2%-ൽ കൂടുതൽ ചിലവാക്കാൻ പാടില്ല. ചിലവാക്കാം, 3% ചിലവാക്കാം, 4% ചിലവാക്കാം, എത്ര വേണമെങ്കിലും ചിലവാക്കാം. മിനിമം റിക്വയർമെൻറ്റ് മാത്രമാണ് 2%. കമ്പനിക്ക് കൂടുതൽ ചിലവാക്കണം മനസ്സിലാക്കി കൂടുതൽ ചിലവാക്കിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് CSRനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ. അപ്പോൾ CSRൻ്റെ അണ്ടറിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടുവരാം? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ജെൻഡർ ഇക്വാളിറ്റി. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം പുതുതായിട്ട് നമ്മൾ കേട്ടു തുടങ്ങുന്ന ടേമാണ്. നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ബോധവും വിവരം വന്ന് ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയിട്ട് കൂടുതൽ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പം ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയിട്ടുള്ള അവയർനെസ് സെഷൻസ് കൊടുക്കുക, അതിനെപ്പറ്റിയുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക. അതിന് ചിലവാകുന്ന പണമൊക്കെ CSR എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതുപോലെ എഡ്യൂക്കേഷൻ, ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇപ്പം സ്കെഡ്യൂൾഡ് ട്രൈബ്സ്, അവരുടെ ട്രൈബൽ ഏരിയസിൽ പോയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക. ഹെൽത്ത് കെയർ, എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ഹെൽത്ത് കെയർ കൊടുക്കുക. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ CSR ആക്ടിവിറ്റീസ് എന്ന് വരുന്നതാണ്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ആക്ടിവിറ്റീസ്, നാടിന് ഗുണമുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം CSR അണ്ടറിൽ വരുന്നതാണ്. ഇനി അടുത്ത വരാൻ പോകുന്ന ടോപ്പിക്കാണ് ടോപ്പിക് 11, ഗ്ലോബലൈസേഷൻ ആൻഡ് ചാലഞ്ചസ് ഫോർ മാനേജേഴ്സ്.
ഇത് ഒരു വളരെ ബൃഹത്തായ ടോപ്പിക്കാണ്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, അടുത്ത മാനേജേഴ്സിനുള്ള ചലഞ്ച്. ഇത് മാനേജേഴ്സിനുള്ള ചലഞ്ചായിട്ട് നമുക്ക് വായിക്കാം. ചാലഞ്ചസ് ഇൻ മാനേജ്മെൻറ്റ് പ്രോസസ്സിലുള്ള ചലഞ്ചസ് ആയിട്ട് വായിക്കാം. അപ്പോൾ 2 രീതിയിൽ നമ്മളത് പഠിക്കേണ്ടിയിരിക്കുന്നു. മാനേജേഴ്സ് എന്ന് പി എസ് സി പറഞ്ഞെങ്കിൽ നാളെ അത് മാനേജ്മെൻ്റ് എന്നവർ പറയുമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാര്യം അത് നമ്മൾ സ്വയം മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന ഒരു സംഭവമാണത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആഗോളവൽക്കരണത്തിൽ മാനേജേഴ്സ് നേരിടുന്ന മെയിൻ ചലഞ്ച്? ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഇഷ്ടംപോലെ ചലഞ്ചസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ ഇന്നത്തെ വീഡിയോ മൊത്തം അതിന് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും മെയിനായിട്ടുള്ള 1-2 ഏരിയാസ് പറയാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം നാട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ഡീൽ ചെയ്യുന്നതെല്ലാം പുറത്തുള്ള ആൾക്കാരോടായിരിക്കും. പല രാജ്യങ്ങളിലും പല കൾച്ചറിലും പല സാഹചര്യങ്ങളിലും വളർത്തുന്ന ആൾക്കാരോടേക്ക് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അവർ ജനിച്ചു വളർന്ന സാഹചര്യം, ആ പുറം രാജ്യത്തുള്ള ആൾക്കാരുടെ സംസാര രീതി, അതൊക്കെ ഒരു ചലഞ്ചാണ്. നമുക്കതെല്ലാം മനസ്സിലാക്കി അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ മീറ്റിംഗ് ഇരിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ അവർക്ക് നമ്മൾ ഫീൽ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻസിലായിരിക്കത്തില്ല അവർ എടുക്കുന്നത്. സോ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ മാനേജേഴ്സ് ഇപ്പോഴും ശ്രമിക്കുകയാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ എൻറ്റിറ്റീസിനെല്ലാം കൾച്ചറൽ ഡൈവേഴ്സിറ്റി ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഒരു മീറ്റിങ്ങിൽ എങ്ങനെ പെരുമാറണം, ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യണം, നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മളെ റിട്ടേൺ ഇമെയിൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ പാടില്ല, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് തരുന്നതാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ലാംഗ്വേജ് വരാം. ഇപ്പം പല ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അവർക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷേ നമുക്ക് അവിടെ ക്ലയൻസ് കാണും, നമുക്കവിടെ ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു സിവിൽ സർവീസ് ഓഫീസറാണെങ്കിലോ ഒരു IFS കാരനാണെങ്കിലോ ചിലപ്പോൾ വേറെ രാജ്യത്ത് പോയി പോസ്റ്റ് നടക്കുമ്പോഴത്തേക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടാവും. അടുത്ത ഭാഷ ചുവന്നതിനെ പറയാൻ അദ്ദേഹത്തിന് പറ്റിയെന്ന് വരില്ല. ഈ വക ബാരിയേഴ്സ് എല്ലാം ഭാവിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള ലെവലിലുള്ള എക്സാംസ് എഴുതി ക്വാളിഫൈ ചെയ്ത് കയറി വരുന്ന ആൾക്കാരും ഭാവിയിൽ നേരിടേണ്ടി വരും. കാര്യം നമ്മൾ ഗ്ലോബലൈസേഷനിലേക്കാണ് നീങ്ങുന്നത്. നിങ്ങൾ ഭാവിയിൽ വേറെ രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും, വേറെ കൾച്ചറൽ ആൾക്കാരോട് ഡീൽ ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മുടെ ലോകം ഇങ്ങനെ വളരെ ഫാസ്റ്റ് പേസ്ഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഗവൺമെൻറ് സെക്ടർ അഡ്മിനിസ്ട്രേഷൻ ഡൈനാമിക്സ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇതിനെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതാണ് ഈ സിലബസ് കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ മെയിൻ ഒരു പേർപ്പസ് അതാണ്. അതുപോലെ കോമ്പറ്റീഷൻ, എക്സ്റ്റേണൽ കോമ്പറ്റീഷൻ, എത്തിക്കൽ കോമ്പറ്റീഷനാണോ അൺഎത്തിക്കലായിട്ടാണോ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്, അതെല്ലാം ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു ചലഞ്ചാണ്. ക്രോസ് ബോർഡർ കൊളാബറേഷൻ, കുറച്ച് മുന്നേ പറഞ്ഞ സംഭവങ്ങൾ. നമ്മൾ ഒരു രാജ്യത്തിരുന്ന് വർക്ക് ചെയ്യുകയല്ല, നമ്മൾ പല രാജ്യത്തുള്ള പല ആൾക്കാരോട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നാളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എത്തും, സംശയമൊന്നുമില്ല. പല രീതിയിലും പലരുമായിട്ടും കൊളാബറേറ്റ് ചെയ്യും. ഒന്നിനും ട്രെയിനിങ് സെഷന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ പോളിസി ഫോർമുലേഷന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പം പലരുമായിട്ടുമുള്ള ഇൻട്രാക്ഷൻസ് നമുക്ക് വേണ്ടി വരും. ക്രോസ് ബോർഡർ ആണെങ്കിലും ഇന്ത്യക്ക് അകത്തുള്ള കൊളാബറേഷൻ ആണെങ്കിലും. സോ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും മെത്തഡോളജീസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വേറെ കുറേ ചലഞ്ചസും ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വരും ക്ലാസ്സുകളിൽ, അന്ത്യ ബ്ലോക്സിൻ്റെ ക്ലാസ്സുകളിൽ ഫാക്കൽറ്റീസ് ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ കോംപ്രിഹെൻസീവായിട്ടും വളരെ ആഴത്തിലും ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ, എല്ലാത്തിനെയും പറ്റിയുള്ള ഹയർ ലെവൽ ഓവർവ്യൂ ഒക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞ് പോകാൻ മാത്രമാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പോയിന്റ് നമ്പർ 7 കോണ്ടംപററി അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്, ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടുക. ഇതിനെ പറ്റിയിട്ടും ഒരു സെഷൻ ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ അധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ്, സംശയമൊന്നുമില്ല. കാര്യം ഇത് വളരെ ടെക്നിക്കലാണ്, കുറേ ട്രിക്കിയാണ്. പക്ഷേ ഒരു കഥ പഠിക്കുന്നത് പോലെ നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇതിനകത്തുള്ള പല കോൺസെപ്റ്റ്സും നമ്മുടെ ജീവിതത്തിലും എക്സാമിലൊക്കെ അപ്ലൈ ചെയ്യാനും പറ്റും. ആ ഒരു നല്ല രീതിയിലുള്ളൊരു പെർസ്പെക്റ്റീവ്, ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള പെർസ്പെക്റ്റീവ് ഈ പല പ്രിൻസിപ്പിൾസിലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്കതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി പുതിയൊരു സെഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.